പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യമില്ലാത്ത പ്രസ്താവന ഇന്ന് ലോക മലയാളി സമൂഹത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട്, പാവപ്പെട്ടവൻ്റെ ആഹാരത്തിൽ മണ്ണ് വാരി ഇടരുത്. അതും രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും, പ്രത്യേകിച്ച് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്ന പഴമൊഴി പോലെ ഇന്ന് ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന ഭക്ഷണ വിതരണത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹൈന്ദവ സഹോദരങ്ങൾ അന്നദാനത്തെ മഹാദാനമായിട്ടാണ് അവരെ കരുതുന്നത്. മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും സക്കാത്ത് കൊടുക്കുന്നത് അവർ വലിയ കാരുണ്യ പ്രവർത്തനമായി കരുതുന്നു. നല്ല ശബരിയാക്കാരൻ്റെ ഉപമയിലൂടെ യേശുക്രിസ്തു മുറിവേറ്റവനെയും രോഗിയെയും അവഗണിക്കപ്പെട്ടവനെയും ചികിത്സിക്കാനും ഭക്ഷണം നൽകാനും അവനെ സത്രത്തിൽ എത്തിക്കാനും ഒക്കെയുള്ള ഉപദേശങ്ങൾ നൽകുന്നത് നമുക്ക് വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ യേശു തന്നെ പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, കുടിപ്പാൻ തന്നു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. അതിൻ്റെ വാക്യം 40-ൽ, എൻ്റെ ഈ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു. മദർ തെരേസ ആ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെയാണ് യാത്ര ചെയ്തത്. ഇന്ന് അനേകം നന്മ മരങ്ങൾ ഇതേപോലെ ദൈവത്തിൻ്റെ വഴിയിലൂടെ രോഗികളുടെ ഇടയിലും വേദനിക്കുന്നവരുടെ ഇടയിലും കാരുണ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DYFI ആണെങ്കിലും KSU ആണെങ്കിലും അനേകം മതസംഘടനകൾ, ക്രൈസ്തവ സംഘടനകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി ഇന്ന് അനേക ആശുപത്രികളിൽ രോഗിയായി കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൊടിയുടെയോ ബാനറിൻ്റെയോ പേരിലായാലും പാവപ്പെട്ടവൻ്റെ ഭക്ഷണം കിട്ടുന്നത് എത്രയോ ആശ്വാസകരമായ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകളുടെ ആ വഴി അടയ്ക്കാൻ, പാവപ്പെട്ടവൻ്റെ അന്നം മുടക്കാൻ ആരോഗ്യമന്ത്രി ശ്രമിക്കരുത്. അത് കേരള സമൂഹം, മലയാളി സമൂഹം അത് അംഗീകരിക്കത്തില്ല. അത് പരാജയമായിരിക്കും. ഏത് മന്ത്രി എന്ത് പ്രസ്താവന നടത്തിയാലും കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ അത് തുടർന്നുകൊണ്ടേ ഇരിക്കും.